പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 24-ാം തീയതി വ്യാഴാഴ്ച. കർത്താവെ, പുതിയൊരു ദിനത്തിലേക്ക് ഞങ്ങളെ ഉണർത്തുന്നതിനോർത്ത് നന്ദി പറയുന്നു. ഈ പുതിയ പ്രഭാതത്തിൽ പരിപൂർണമായിട്ട് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചതെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്നത്തെ എല്ലാ പ്രവർത്തന മേഖലകളിലും അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണമേ. വിജയം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പ്രത്യേക നിയോഗങ്ങൾ കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് കാഴ്ചവെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാം വചനം ധ്യാനിക്കാം. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. അപ്പൊസ്തലന്മാർക്ക് നൽകപ്പെട്ടിട്ടുള്ള അധികാരങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും കൂടി നൽകപ്പെട്ടിരിക്കുന്നവയാണ്. മാമോദീസായിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള വരദാനങ്ങൾ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി ക്രിസ്തുവിൻ്റെ പകരക്കാരാകാൻ നാം എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്ന് ധ്യാനിക്കേണ്ട ദിവസം. നമുക്ക് മുൻപിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടാനും സൗഖ്യപ്പെടാനും വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വരങ്ങളും ദാനങ്ങളും നിരന്തര പരിശ്രമത്തിലൂടെ ഉജ്ജീവിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങൾ അങ്ങയിൽ ഉജ്ജ്വലിച്ച് നിൽക്കാൻ ഇടവരുത്തണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.